എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യോനിയിലെ ശുചിത്വം. അതെ, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ അണുബാധ പിടിപെടാനുള്ള സാധ്യത കൂടുതലായിരിക്കും നിങ്ങളിൽ. ഈ വെജൈനൽ ഹൈജീനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയാം. ശുചിത്വക്കുറവ് മൂലമാണ് അണുബാധകൾ ഉണ്ടാകുന്നത്. ഇത് ശരീരത്തിലും ജനനേന്ദ്രിയത്തിലും ബാക്ടീരിയകൾ വ്യാപിക്കുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. യോനിയിൽ പ്രത്യക്ഷപ്പെടുന്ന അണുബാധയെ ബാക്ടീരിയ വാഗ്നോസിസ് എന്നാണ് വിളിക്കുന്നത്. ഫെർട്ടിലിറ്റിയും നല്ല പ്രത്യുൽപാദന ആരോഗ്യവും നിർണ്ണയിക്കുന്നത് ഒരുപാട് ഘടകങ്ങളായാണ്. അതെ, യോനിയിലെ ശുചിത്വം അതിലൊന്നാണ്. യോനിയിലെ ശുചിത്വം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന്, അതല്ലാത്ത പക്ഷം അണുബാധയ്ക്ക് കാരണമാകുമെന്നുമാണ് ഡോക്ടർമാർ പറയുന്നത്. ശുചിത്വക്കുറവ് മൂലമാണ് അണുബാധകൾ ഉണ്ടാകുന്നത്. ഇത് ശരീരത്തിലും ജനനേന്ദ്രിയത്തിലും ബാക്ടീരിയകൾ വ്യാപിപ്പിക്കുകയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. യോനിയിൽ പ്രത്യക്ഷപ്പെടുന്ന അണുബാധയെ ബാക്ടീരിയ വാഗ്നിസോസിസ് എന്നാണ് പറയപ്പെടുന്നത്. അതെ, ബാക്ടീരിയ വാഗ്നിസോസിസ്, എൻഡോമെട്രോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ എന്നിവക്കൊപ്പം ജനനേന്ദ്രിയത്തിലെ അണുബാധയാണ്. ഇത് വന്ധ്യതയ്ക്കുള്ള ഒരു സാധ്യത കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത്. ഈ രോഗങ്ങൾ പ്രധാനമായും ജനനേന്ദ്രിയ ശുചിത്വത്തോടുള്ള ശ്രദ്ധക്കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല, വീക്കം, ബീജ ആന്റിജനുകളുടെ പ്രതിരോധ ലക്ഷ്യം, ബാക്ടീരിയൽ വിഷവസ്തുക്കളുടെ സാന്നിധ്യം, ലൈംഗികമായി പകരുന്ന അണുബാധകൾക്കുള്ള സാധ്യത എന്നിവയാണ് പ്രധാന കാരണം. ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് ബാക്ടീരിയൽ വാഗ്നോസിസ്, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്, അതുപോലെ ക്രോണിക് എൻഡോമെട്രോസിസ് എന്നിവയുടെ രോഗനിർണയവും ചികിത്സയും വളരെ പ്രധാനമാണെന്നാണ് അവർ പറയുന്നത്. ബാക്ടീരിയൽ വാഗ്നോസിസ് യോനിയിലെ മറ്റണുബാധകളും ജനനേന്ദ്രിയത്തിന്റെ താഴത്തെ ഭാഗത്താണ് കൂടുതലായി കാണപ്പെടുന്നത്. പ്രത്യുൽപാദന പ്രായത്തിലുള്ള സ്ത്രീകളിൽ 29% ബാധിക്കുമെന്നും ഡോക്ടർമാർ പറയുന്നു. യോനിയിൽ അണുബാധയുള്ള സ്ത്രീകൾക്ക് യോനിയിൽ ദുർഗന്ധം, ചൊറിച്ചിൽ, ഡിസ്ചാർജ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. വൃത്തിയില്ലായ്മ തന്നെയാണ് യോനിയിലെ ചൊറിച്ചിൽ വരാനുള്ള പ്രധാന കാരണങ്ങൾ. എന്നാൽ ചില കാര്യങ്ങൾ നമുക്കിതിനായി ശ്രദ്ധിക്കാം. അതെ, ഒന്നാമതായി യോനി എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. ദിവസവും 1-2 തവണ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാൻ ശ്രമിക്കണം. വീര്യം കൂടിയ സോപ്പുകൾ ഉപയോഗിക്കരുത്. രണ്ടാമതായി, ജനനേന്ദ്രിയ ഭാഗങ്ങൾ എപ്പോഴും വൃത്തിയായും ഈർപ്പമില്ലാതെയും സൂക്ഷിക്കുക. ജനനേന്ദ്രിയത്തിൽ ചില സ്ത്രീകൾ പെർഫ്യൂം ഉപയോഗിക്കാറുണ്ട്. ഇത് ശരിയായ നല്ലൊരു ശീലമല്ല. മൂന്നാമതായി, പാകത്തിനുള്ളതും ഈർപ്പം വലിച്ചെടുക്കുന്നതുമായ തരത്തിലുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നു, അത് ഒഴിവാക്കുക. നാലാമതായി, വരണ്ട ചർമ്മം മൂലമാണ് ചൊറിച്ചിലുണ്ടാകുന്നത് എങ്കിൽ ചർമ്മം മൃദുവാക്കുന്നതിനും ഈർപ്പമുള്ളതാക്കുന്നതിനുമുള്ള കുഴമ്പുകൾ പുരട്ടുന്നത് നല്ലതാണ്. അഞ്ചാമതായി, നിലവാരമില്ലാത്ത സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കാതിരിക്കുക. അത്തരം പാഡുകൾ യോനിയിൽ കൂടുതൽ ചൊറിച്ചിലുണ്ടാക്കുന്നു. കോട്ടൺ അടിവസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആറാമതായി, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പരമാവധി ഗർഭനിരോധന ഉറകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ യോനിയിൽ അണുബാധയുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.